ഇതാ പിടിച്ചോ, ഒഴിച്ചോ, സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടാ. സ്ലോലി സ്ലോലി. ഇനി അടുത്ത് സ്ലോലി ഒഴിക്കണം കേട്ടാ. ഓക്കെ, സ്ലോലി 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 സ്ലോലി, അല്ലെങ്കിൽ താഴ്ത്തിക്ക് പോവും. ഗുഡ് ബോയ്. സീ ഫാസ്റ്റർ. അത് കയ്യാണല്ലോ. ഡൗണല്ല, ഹൈയാണ് കേട്ടാ. ഇതിടണം, 2 ഇടണം. നിക്കമ്മ പൊട്ടിക്കട്ടെ. ഇട്ടോ ഇടിടന്നുള്ളു. അങ്ങനെയല്ല, പൊട്ടിച്ചിട്ടിടാ. പൊട്ടിക്കാണ്ടിടില്ല. അത്ര ഹൈയാവുള്ളൂ, അതിനും കൂടുതൽ ഹൈയാവില്ല. ശിവന്നിടുന്നേ ഇട്ടോ. ഞാൻ അടുത്തേക്ക് വാ. ഓക്കെ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഗുഡ് ബോയ് എന്നിട്ട് ശിവേ. അപ്പൊ അവിടെ ചെടി നനയ്ക്കണണ്ട. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പഴം പുഴുങ്ങിയതും മുട്ടയും പഴം കൂടി പുഴുങ്ങാം. അതുപോലെ തന്നെ ന്യൂഡിൽസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂഡിൽസ് എല്ലാവർക്കും ന്യൂഡിൽസ് ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പഴവും മുട്ടയും ഞാൻ കുക്കറിലാണ് പുഴുങ്ങണത്. അപ്പോൾ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് കഴിയുമല്ലോ. പിന്നെ ന്യൂഡിൽസിനുള്ള കാര്യങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, അങ്ങനെ ശിവൻ്റെ കൂടെ അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞ് നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതൊന്നും വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതേ ഉച്ചയാവാറായി. അപ്പോൾ ഞാൻ ബാക്കി കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറി ഇരിപ്പുണ്ട്, മാങ്ങക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇറച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കായ കുറച്ച് ഇറച്ചിയുള്ളൂ, ഒരു ഫ്ലേവറിനുള്ള ഇറച്ചിയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന കായ ഇരിപ്പുണ്ട്. അപ്പോൾ കായ ഇട്ടിട്ട് ഒന്ന് വറുത്തരച്ച ഒരു കറി, ആ ഒരു എന്താ പറയുക, ഇറച്ചിക്കറി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ടേസ്റ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ ഉണ്ടാക്കാന്ന് ആണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണം കേട്ടാ. പിന്നെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെ കറികൾ ഇരിപ്പുണ്ട്, മാങ്ങക്കറി ഉപ്പേരിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാ, അരപ്പൊക്കെ റെഡിയാക്കി ഒഴിച്ച് പിന്നെ ചെറിയുള്ളിയൊക്കെ താളിച്ച് ഒഴിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേച്ചിക്ക് കാലിന് വയ്യാത്ത കാരണം അധികം സ്റ്റെപ്പ് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച സീറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് നമ്മുടെ വീടിനെ തന്നെ ഒരു തിയേറ്ററാക്കി മാറ്റാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് സിനിമ കാണട്ടെ കേട്ടോ. ലോക മൂവിയാണ് കാണുന്നത്. ലോക സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ഞങ്ങളെല്ലാവരും ചോറൊക്കെ ഉണ്ട് അങ്ങനെ മൂവി കാണാനേ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ് പുറത്ത് ചെറുതായിട്ട് മഴ പൊടിയുണ്ട്. അറിഞ്ഞില്ല, അകത്തിരുന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്നും അറിഞ്ഞില്ല. ഇന്ന് വൈകുന്നേരം നല്ല മഴയാവോ എന്താണ് കണ്ടീഷൻ എന്നൊന്നും ഒരു പെടുത്തില്ല. അപ്പം ഇന്ന് രാവിലെ പള്ളിയിൽ പോയില്ല. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ പള്ളിയിൽ പോണത്. അപ്പം ഇനി റെഡി ആവണേക്കാൾ മുമ്പ് ചായ വെക്കണം. പിന്നെന്താ, ചായക്ക് ഞാൻ വിചാരിച്ചു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന്. അന്ന് ഞാൻ നമ്മുടെ ഓശാനിക്ക് ഉണ്ടാക്കിയ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇത് പുറത്ത് വെച്ചിട്ട് അപ്പം അതിട്ടിട്ട് നമുക്ക് വേഗം കൊഴുക്കട്ട ഉണ്ടാക്കാം. വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം എല്ലാവരും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നുവെച്ചാൽ ഉറങ്ങാണ്. അപ്പോൾ വേഗം നമ്മുടെ പണികൾ തുടങ്ങാം.
അപ്പോൾ ഞാൻ ദേ കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള പരിപാടികൾ ആരംഭിക്കാണ് കേട്ടോ. അപ്പോൾ പൊൻകതിറിൻ്റെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ, ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ടായിരുന്നു. വെള്ളത്തിലാണ് ഉപ്പിട്ടത്. അപ്പോൾ അങ്ങനത്തെ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു, ഉപ്പുള്ള വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടിയുടെ ആ ഒരു ഇതനുസരിച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, കുഴയ്ക്കാൻ ആ ഒരു പാകത്തിന് നല്ലോണം മിക്സ് ചെയ്യണേ. നല്ല ചൂടോടുകൂടി തന്നെ വെള്ളം ഒഴിച്ചേ, അല്ലെങ്കിൽ ഒരു പച്ചക്കുത്ത് പോലെയൊക്കെ വരും നമുക്ക്. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് ഒന്നുകൂടി സോഫ്റ്റ് ആവുള്ളൂ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് എല്ലാവർക്കും കൂടി അങ്ങനെ പള്ളിയിൽ പോകാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ അതേ പരന്നൊരു പാത്രത്തിലേക്ക് ഞാൻ മാവ് ഇങ്ങനെ ഇട്ടു. ഇനി പയ്യെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല ചൂടോടുകൂടി കുഴയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മയം വരുള്ളൂ. അപ്പം ഞാൻ ചൂടോടുകൂടി തന്നെയാണ് കുഴയ്ക്കാൻ പോണേ. ആദ്യം ഒന്ന് പരന്ന ഒരു കയ്യിലോണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കൈ കൊണ്ട് കുഴക്കണേ. അപ്പോൾ കൈ ഒന്ന് ചൂടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് നനയ്ക്കും വെള്ളത്തിൽ. അധികം വെള്ളത്തോടു കൂടിയല്ല, എന്നാലും കൈയുടെ ആ ഒരു ചൂട് പോകാൻ വേണ്ടി. എന്നിട്ട് വീണ്ടും കുഴയ്ക്കും. അങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബോളാക്കുമല്ലോ, ചെറിയ ബോളുകളാക്കുമല്ലോ. ആ ബോൾ ഉരുട്ടിയതിന് ശേഷം ഇടയ്ക്കൊന്ന് ആ നെയ്യൊന്ന് തടവി കൊടുക്കും. ആ നെയ്യോടുകൂടിയ തന്നെയാണ് ഒരു സർക്കിള് ഒന്ന് റെഡിയാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സ് എടുത്ത് വെക്കണത്. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ പോണത്. ഓൾറെഡി നമ്മൾ തേങ്ങയിൽ എല്ലാം റെഡിയാക്കി വെച്ച കാരണം അത്ര വലിയ ഭാരപ്പെട്ട പണിയായിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭാഗ്യമായി. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും നമ്മളിങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പപ്പണിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ചൂടോടുകൂടി ചായ കുടിക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ നല്ലതല്ലേ. അപ്പോൾ ഞാൻ നെയ്യൊന്ന് തടവി ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ അധിക ദിവസത്തേക്കൊന്നും വെക്കണില്ലല്ലോ, ഇപ്പം തന്നെ കഴിക്കാനല്ലേ. അപ്പോൾ നെയ്യ് തടവിയുമ്പോൾ നമ്മൾ ആവിയും കൂടി വരുമ്പോൾ നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നെയ്യ് തടവിയിട്ട് കൊഴുക്കട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഞാൻ അരിപ്പൊടി മിക്സ് ചെയ്യുമ്പോൾ ഓയിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഈ കുഴച്ച് നമ്മൾ ആ ബോളാക്കുന്ന സമയത്ത് മാത്രമേ നെയ്യ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി, നല്ല എന്താ പറയുക, ആ ഒരു ആവിയിൽ വെന്ത് കഴിഞ്ഞ് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു നെയ്യുടെ ഒരു ഫ്ലേവർ സ്മെല്ലൊക്കെ വരും. നെയ്യ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ എൻ്റെ ഓരോ ബോളുകളായിട്ട് വേഗം ചെയ്യട്ടെ. Wish that I could stay in this moment forever, so I can hold you in my arm. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep in the abiding, liking for you is all I need. Until my heart gives in, I will do everything I can for you.
deep and abiding. Liking for you is all I need. Until my heart gives in, I will do everything I can for you. അങ്ങനെ ദേ ചായ ദേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൊഴുക്കട്ടയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പാത്രത്തിൽ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണേ. അപ്പോൾ ഇത്രയും ചൂടിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവച്ച് ചായയും കൂടി ഇട്ട് കൊണ്ടുവച്ചിട്ട് വേഗം കുളിച്ച് റെഡി ആവട്ടെ കേട്ടോ. പള്ളിയിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ചേച്ചിയൊക്കെ ഉറങ്ങായിരുന്നു, എണീറ്റിട്ടുണ്ട്. ഗ്രേസും സ്റ്റീവും മാത്രമേ ഉറങ്ങിയുള്ളൂ. ഗ്രേസ് അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരുന്ന വഴിയിൽ കടയിലൊക്കെ ഒന്ന് കയറണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ മാക്സിമം നമ്മുടെ യൂട്യൂബ് ചാനലിൽ 2 വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിൽ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെ ഓർക്കാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ രാവിലെ ഒരു 10:00-ക്കും വൈകുന്നേരം 8:00-ക്കും നമ്മുടെ വീഡിയോസ് വരും. ചിലപ്പോൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു ഓർഡർ ആവണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എഡിറ്റിംഗ് സ്പീഡ് വന്നിട്ടില്ല. വേറെ കുറേ കാര്യങ്ങളോട് മിക്സ് ചെയ്ത് കാരണം അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും ചിലപ്പോൾ. എന്തായാലും നമ്മുടെ വീഡിയോസ് വരും കേട്ടോ. 9 മണിക്കുള്ളിൽ എന്തായാലും വീഡിയോ വൈകുന്നേരം വരും. ഉച്ചയ്ക്കും മുമ്പായിട്ടും വരും രാവിലത്തെ വീഡിയോ. അപ്പോൾ കണ്ടോളൂ, കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.